വീണ്ടും വീണ്ടും തേച്ച് മിനുക്കി കൊച്ചു മാറ്റം വീണ്ടും കുട മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന താമസത്തിൽ വീണ്ടും ആ വെള്ളക്കുട ഈ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ മറികടക്കാനായിട്ടുള്ള പുതിയ തന്ത്രങ്ങൾ അതിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. കോവിഡ് കാലത്ത് ഒരു പൂരം നമ്മൾ കണ്ടതാണല്ലോ. കോവിഡ് കാലത്തും പൂരം ഉണ്ടായിരുന്നു. അതിന്റെ ആചാരങ്ങളിൽ മാത്രം ചുരുങ്ങിക്കൊണ്ട് മനുഷ്യരൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് ഉള്ളിലൊരു പൂരം തീർത്തിരുന്നു. നമ്മളൊക്കെ തൃശ്ശൂരിലേക്ക് നോക്കിക്കൊണ്ട് പഴയ പൂരത്തിന്റെ ഓർമ്മകളിൽ ഒരു പൂരം കോവിഡ് കാലത്ത് കൊണ്ടാടിയില്ലേ. അതുപോലെ ഇപ്പോഴിതാ ഒരു ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഇവിടെ ഒരു വെടിക്കെട്ട് പിറക്കി തീപിടിച്ചപ്പോഴുണ്ടായി. ആ ദുരന്തത്തിന്റെ സ്മരണയിൽ പക്ഷെ ആചാരപ്പൊലിമയ്ക്കും അതിന്റെ സാംസ്കാരിക ഗരിമയ്ക്കൊട്ടും ചോർന്നു പോകാതെ തൃശ്ശൂർ പൂരം, തൃശ്ശൂർ നഗരം ഈ ലോകത്തിന് കൊടുത്തൊരു ഉറപ്പ്, അത് പൂരത്തിന്റെ ലഹരിയാണ്. ആ പൂരത്തിൽ വന്നു ചേർന്നവർക്കുള്ള കാഴ്ച ഭംഗിയാണ്, അവർ ആസ്വദിക്കാൻ ആഗ്രഹിച്ച ശബ്ദഭംഗിയാണ്. അതൊന്നും ഒട്ടും ചോർന്നു പോകാതെ അത് നോക്കൂ. ഈ കരിവീരന്മാരെ മസ്തകം ഇങ്ങനെ ക്ലോസ് ഷോട്ട്സിൽ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂലേ. ആ തിടമ്പേറ്റി നിൽക്കുന്ന ഗജവീരനൊപ്പം അതിന്റെ വലത്തേപ്പുറത്ത് 7 ആനകൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്നു. അവരൊക്കെ ഇങ്ങനെ നെറ്റിപ്പട്ടം ചൂടിയിരിക്കുന്നു. ആ തിടമ്പിന്റെ ഒരു ഭംഗി, ആ തിടമ്പേറി നിൽക്കുന്ന ഗജവീരന്മാർക്കൊരു ഭംഗി, അവരുടെ മസ്തകത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ആ തിടമ്പിൽ ഭംഗി അല്ലേ. ആ തിടമ്പിൽ തന്നെ അല്ലെങ്കിൽ ആ നെറ്റിപ്പട്ടത്തിൽ തന്നെ എത്രയേറെ വർണ്ണങ്ങളാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ എണ്ണിച്ചിട്ടപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. അത്രയേറെ വർണ്ണങ്ങൾ കൊണ്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു തിടമ്പ്, അതിനു പുറമെ ഈ പറയുന്ന നെറ്റിപ്പട്ടം, അങ്ങനെ ഓരോന്നിലും അണിയിച്ച് അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള നിറങ്ങൾ തന്നെ എണ്ണിയെടുക്കാൻ വേണ്ടി കഴിയാത്ത, ഒറ്റ നോട്ടത്തിൽ എണ്ണിയെടുക്കാൻ വേണ്ടി കഴിയാത്ത അത്രയും വർണ്ണങ്ങൾ ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ ഒരു വർണ്ണ വിസ്മയം തന്നെയാണ് ഈ ഒരു കാഴ്ചയെ ഇത്രയും മനോഹരമാക്കി മാറ്റുന്നത്.